ടാറ്റ പഞ്ചാണ് വണ്ടി. പെയിൻറ്റ് ചെയ്യാൻ പോയ സമയത്ത് ശ്രദ്ധിച്ചൊരു സംഭവമാണ് കേട്ടോ. ഈ ഫ്രണ്ട് ആക്സിലിൽ കാണുന്ന ഒരു ഏരിയയിൽ സാധാരണ നമ്മൾ മറ്റ് ബ്രാൻഡുകളിൽ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തുരുമ്പിൻ്റെ അംശം ഉണ്ടാവും. കാസ്റ്റ് അയൺ ആണ്, അതാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഉള്ളതാണ് ഇൻഡസ്ട്രിയിൽ പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് ഞാൻ ടാറ്റയിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ കളറ് പെയിൻറ്റ് പോലെ പെയിൻ്റാണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയിൻ്റാണെന്ന് തോന്നുന്നു. കാരണം കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവർ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റസ്റ്റിൻ്റെ ഒരു പ്രശ്നം വണ്ടികളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ഞാൻ ചെക്ക് ചെയ്ത എല്ലാ വാഹനങ്ങളിലും അടിഭാഗം ഞാൻ പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി 2025 മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിനകത്ത് കണ്ട ഒരു ഭാഗമാണ്. എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാം എന്നുള്ളൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു മാറ്റമായിട്ട് കാണാം. വളരെയേറെ നല്ല ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പുതിയ വാഹനം എടുക്കുന്നതിന് മുമ്പ് എന്തായാലും നേരിട്ട് നിങ്ങൾ പോയി വണ്ടി കാണുക. ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള ഭാഗങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ വിചാരിച്ച ക്വാളിറ്റിയിലാണ് വാഹനം ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് സൈൻ ചെയ്ത് കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക, എന്നിട്ട് ഡെലിവറി എടുക്കുക. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങൾക്കൊരു ബോധവൽക്കരണം ഉണ്ടാകാൻ വേണ്ടിയാണ്. വണ്ടി എടുത്ത് കഴിഞ്ഞ ശേഷം എൻ്റെ വണ്ടിയിൽ തുരുമ്പുണ്ട്, അല്ല എൻ്റെ വണ്ടിക്ക് പ്രശ്നമുണ്ട്, എൻ്റെ വണ്ടിയിൽ അവിടെ സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ റീപെയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പരിഹാരം പെട്ടെന്ന് ഉണ്ടാവണമെന്നില്ല. കൺസ്യൂമർ കോർട്ടും കേസും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും. എന്നാലും വണ്ടി റീപ്ലേസ് ചെയ്ത് തരികയില്ല.